ഹലോ ഹ്യൂമൻസ്, വെൽക്കം ബാക്ക് ടു അഡിക്റ്റഡ് ടു ലൈഫ്. സോ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് BR ഹിൽസിലേക്കാണ്, ബാംഗ്ലൂരുള്ള. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നൈസ് റോഡിലായിട്ടുള്ള ടോൾ കഴിഞ്ഞ് നമ്മളൊന്ന് ബ്രേക്ക് എടുത്തേക്കുവാണ്. ഇവിടെ നിന്നാണ് നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് റോൾ. ഇവിടെ ഈ മേളിൽ കാണുന്നത് എലിഫൻ്റ് ഓവർപാസ്സാണ്. അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇതിപ്പോൾ നമ്മൾ കനകാപുര റോഡാണത്. അതായത് നൈസ് റോഡിൽ നിന്ന് നമ്മൾ തുംകൂര് തിരിഞ്ഞു കനകാപുര റോഡിൽ പോവാണ്. അവിടെയാണ് മേളിൽ കണ്ട എലിഫൻ്റ് ക്രോസിംഗ് ഉള്ളത്. ഇത് രണ്ട് സൈഡും കാടാണ്. അപ്പോൾ താഴേക്കടെ ഹൈവേ പോകുന്നതുകൊണ്ട് ആനിമൽസിന് ക്രോസ് ചെയ്യാനായിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് വരെ ഉണ്ടാക്കിയായിരുന്നു. ഗൂഗിൾ പുതിയ അപ്ഡേറ്റ് ചില സമയത്ത് പ്രശ്നമുണ്ട്. അതായത് അവരിപ്പോൾ ഫാസ്റ്റർ റൂട്ട്സും കാണിക്കും, സ്ലോവർ റൂട്ട്സും കാണിക്കും. എന്നിട്ട് നമുക്കൊരു റൂട്ടും തരും. നമുക്ക് ബെറ്ററായിട്ടുള്ള ഫാസ്റ്റർ റൂട്ടാണത്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് കാണിക്കുന്ന റൂട്ടിലേക്ക് പോകും. അതായത് നമുക്ക് ഓൾറെഡി കാണിക്കുന്ന ഒരു റൂട്ടുണ്ടാവും, അതിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിപ്പോൾ നോട്ടീസ് ചെയ്യണം ഫാസ്റ്റർ റൂട്ട് അപ്പുറത്തുണ്ടായിരുന്നല്ലോ. അത് ചില സമയത്ത് പണി തരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നിരാശ നമുക്ക് പോകും. അയ്യോ, ഫാസ്റ്റായിട്ട് പോകാറുണ്ടല്ലോ, കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടാവും. പിന്നെ സ്ലോ റൂട്ട് കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ടോൾസ് വെച്ചിട്ടാണ് തോന്നുന്നത്. ഇവർ കാണിക്കും പ്രൈസ്, അപ്പോൾ അത് മനസ്സിലാവും. ഫാസ്റ്റർ റൂട്ട് 4 minutes ഫാസ്റ്റർ, 5 minutes ഫാസ്റ്റർ എന്ന് കാണിക്കും. അതിൻ്റെ പോലെ എമൗണ്ട് കാണിക്കും. അപ്പോൾ ആ റൂട്ടിൽ ടോളുണ്ടാവും. അപ്പോൾ അവിടെ ടോള് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ റൂട്ട് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മളത് കുത്തണം. ഫോണിൽ കുത്തി സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്പീഡിലായിരിക്കും പൊക്കോട്ടേക്ക് അപ്പോഴേക്ക് പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്തൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നം പറ്റാറുണ്ട്. പക്ഷെ ഇപ്പോൾ കാണിക്കുന്നത് നല്ലതാണ്. ഒരു നോർമൽ സ്പീഡിലൊക്കെ പോകുന്ന അതിൻ്റെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ട്രാഫിക്കുള്ള റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ കാണിക്കണമെങ്കിൽ നമുക്ക് ഐ മീൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുറച്ച് പൈസ കൊടുത്തിട്ടാണ് ഫാസ്റ്റായിട്ട് പോകാറുണ്ട്. ഇപ്പോൾ സ്ലോവസ്റ്റ് റൂട്ട് കാണിക്കുന്നത്
ഒട്ടും ടോൾസ് ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂറൽ ഏരിയയുടെ റൂട്ടായിരിക്കും. അത് സ്ലോ ആയിരിക്കും, പക്ഷേ എന്താ പൈസ ലാഭിക്കാം. പക്ഷെ നമ്മൾ സ്ലോവസ്റ്റ് റൂട്ടിലൂടെ പോകുമ്പോഴത്തേക്കും പൈസ ലാഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് പതുക്കെയായിരിക്കും പോകണേ, അല്ലെങ്കിൽ കൂടുതൽ ദൂരമായിരിക്കും പോകണേ. അപ്പം പെട്രോളിൻ്റെ പൈസ അത്ര രീതിയിൽ അങ്ങ് പോകും. ഇപ്പോൾ ഒരു 400cc അറൗണ്ട് വണ്ടിക്കൊക്കെ ഒരു 90-100 ആണ് അതിൻ്റെ സ്വീറ്റ് സ്പോട്ട്. അവിടെയാണ് നമുക്ക് പീക്ക് മൈലേജ് കിട്ടുന്നത്. ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനത് പോയതൊരു 90 to 120 ആ റേഞ്ചിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. എനിക്കപ്പോൾ ഒരു 31 കിലോമീറ്ററാണ് മൈലേജ് കിട്ടിയത്. സിറ്റിയിൽ ഓടിക്കുമ്പോൾ അത് 25-24 ആ റേഞ്ച് കിട്ടി വരും. അപ്പോൾ നമ്മൾ അടുത്ത ടോൾ പ്ലാസയിലെത്തി, NH 948. ഇവിടെ 2 വീലേഴ്സിന് ഫീ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇല്ല 2 വീലേഴ്സ്. ഓക്കെ, ശരി. പക്ഷേ നമ്മുടെ നൈസ് റോഡിലുണ്ടായിരുന്നു. നൈസ് റോഡിൽ 2 വീലേഴ്സിന് ഫീ ഉണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി ഹൈവേയിലും, അതായത് അത് ബാംഗ്ലൂർ ചെന്നൈ ഹൈവേ NH 44, അതിലും 2 വീലേഴ്സിന് ഫീ ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ നൈസ് റോഡ് പോലെ അത്ര നൈസ് അല്ല. തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ടൂവയാണ്. നമ്മൾ ഇതുവരെ വന്നുകൊണ്ടിരുന്ന വണ്ണയാണ്. ഇവിടെ വ്യൂ എന്താ പോലെ റെക്കോർഡ് ചെയ്യുന്നത് വിചാരിച്ചു. കുറച്ചും ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കണ്ട വീഡിയോയിൽ വോയിസ് വരെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത് വേറെ ലെവലാണ്. റോഡിൽ നോക്കി ഓടിക്കണോ അതോ ആ മലയുടെ മണ്ടയ്ക്ക് നോക്കി ഓടിക്കണോ? കൺഫ്യൂഷനാണ്. നമ്മൾ കുറച്ചൊരു മുമ്പ് ഈ വ്യൂ കുറച്ചൊരു ബ്രോഡനായിരുന്നു. ആ ഒരു മലനിരകൾ മൊത്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ക്ലോസറായി. നമ്മൾ ഊട്ടി റൈഡ് പോയത് ഈ റൂട്ട് തന്നെയാണെന്ന് തോന്നുന്നത്. പല ചില പെട്രോൾ പമ്പുകളും ചില ഐറ്റംസൊക്കെ ഓർമ്മയുണ്ട് കണ്ട പോലെ.
നമ്മളിപ്പോൾ NH940 ഒരു ടോളും കൂടി കടന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ NH940 ടു വീലേഴ്സിന് ഫ്രീ ഇല്ലാത്തതുകൊണ്ട് അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല, നേരെ കടന്നു പോകുന്നത്. അപ്പോഴാണ് ദേ വ്യൂ കണ്ടത്. ഇവിടെ നിന്ന് കോയമ്പത്തൂർ 248 കിലോമീറ്റേഴ്സ്. നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് 68 കിലോമീറ്റേഴ്സ്. 1 hour 21 minutes. ഇപ്പം നല്ല വെയിലുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്. പക്ഷേ കാറ്റുള്ളതുകൊണ്ട് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല ചൂട്. പക്ഷെ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പോകാൻ തുടങ്ങും. I hope you are getting this view. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ എപ്പോഴും ഫുൾ ഫേസ് ഹെൽമെറ്റും വിത്ത് വൈസർ വയ്ക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തോ ഒരു പ്രാണി എന്നെ നെഞ്ചത്ത് വന്നിടിച്ച്. അത് നമ്മുടെ ഹെൽമെറ്റ് ഉള്ളിലായിട്ടാണെങ്കിൽ കണ്ണിലടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ബ്ലൈൻഡ് ആയി പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മളിപ്പോൾ ചെറിയ സ്പീഡിൽ പോകുകയാണെങ്കിലും ഹൈ സ്പീഡിൽ പോകുകയാണെങ്കിലും ഹെൽമെറ്റിൻ്റെ വൈസർ ഇവിടെ ക്ലോസ് വരിക. അന്ന് പക്ഷേ ഈ മലകൾ ഇതുപോലെ ഇത്രയും പച്ചപ്പില്ലായിരുന്നു. നമ്മൾ നല്ല മാർച്ചിലാണല്ലോ പോയത്. അപ്പോൾ അത്യാവശ്യം വേനൽ തുടങ്ങി എല്ലാം വരണ്ട് തുടങ്ങിയ സമയത്താണ് പോയത്. ഇപ്പോൾ മഴയൊക്കെ പെയ്തതിൻ്റെ പച്ചപ്പ് കാണാനുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊരു ഫോട്ടോ എടുത്തായിരുന്നു. അത് ചെറിയ ഹമ്പായിരുന്നു, നോക്കിപ്പോയി. നമ്മൾ BR ഹിൽസിൻ്റെ എൻട്രൻസിലെത്തി. ഇവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനി ഞങ്ങൾ മൊത്തം കാടാണ്. ഇവിടെ പാസ് എടുക്കണം എന്നാണ്. വാട്ടർ ബോട്ടിൽ അനുവദിക്കുമല്ലോ. ആ വെള്ളക്കുപ്പി അവിടെ കളയണമായിരിക്കും. അങ്ങനെ നമ്മളവിടെ 10 രൂപ ചാർജ് കൊടുത്തു. ഒരു ബൈക്കിന് 10 രൂപ എന്നാണ്, കാറിന് എത്രയാണെന്നറിയില്ല. അപ്പോൾ നമ്മൾ കയറി, കാടിനുള്ളിലായിട്ട് കയറി. ഇത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണോ എന്നറിയില്ല.
ഇത് കുറേ ആൾക്കാർ പോകുന്ന അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അതിലാട്ടോ. കുറേ റൈഡേഴ്സ് ഉണ്ടായിരുന്നതാണ്. കുറേ റൈഡേഴ്സ് നമ്മളിപ്പോൾ കണ്ട് തിരിച്ചു പോകുന്നത്. ഇവിടെ ആനിമൽ സൈറ്റിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ മോ monkeys, കുരങ്ങുകുട്ടന്മാർ കുടുംബസമേതം ഇരിക്കുന്നു. ചൂടുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ ആവി എടുക്കുന്നുണ്ട്. സ്റ്റോപ്പ് എടുത്ത് വണ്ടിയുടെ ബാറ്ററി ഒന്നല്ല, വണ്ടിയുടെ ഒന്ന് പൊട്ടിച്ച് ക്യാമറയുടെ ബാറ്ററി ഒന്ന് മാറിയിട്ട് ഇപ്പോൾ തണുപ്പായി തുടങ്ങി ചെറുതായിട്ട്. നമ്മളിപ്പോൾ പുറകെ ഉയരത്തിലായിട്ട് എത്തി. ഇതൊരു KSRTC സർവീസ് റൂട്ടൂടെയാണ്. കേരളത്തിൻ്റെ SRTC അല്ല, കർണാടകയുടെ SRTC. നൈസ് ലേക്ക്. ഇവിടെ ആൾക്കാർ പിക്നിക്കിനൊക്കെ വന്ന പോലെ ഇരിപ്പുണ്ട്. അവിടെ റോഡ് സൈഡിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ നിന്ന് ഫുഡ് വിളമ്പി കഴിക്കുന്നുണ്ട്. ശരിക്കും പിക്നിക് സ്പോട്ട് പോലെ തന്നെയാണ്. ആ ലേക്കിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്ന് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ പശുക്കളധികമുള്ളതുകൊണ്ട് അവർ വന്ന് ഇൻട്രപ്റ്റ് ചെയ്യും ഫുഡ് കാണുമ്പോൾ. റൈറ്റ്, ഇവിടുത്തെ ഒരു കൊച്ചു ടൗൺ. ഇതുണ്ടോ നമ്മുടെ ഈക്കോയിലെ ടൗൺ പോലെ തോന്നുന്നു. ടൗണല്ല, ഈക്കോയിൽ അവനാണെങ്കിൽ എന്തോ കൊടുക്കാൻ വേണ്ടി വരില്ലേ, വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജംഗ്ഷൻ, അതുപോലെ തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള വീട് പോലെയൊക്കെ. റോഡിന് വീതിയില്ല, അതാണ് പ്രശ്നം. 2 കാറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്.
BR ഹിൽസ് ഒരു ടൗൺ ആയിട്ടാണല്ലോ കാണിക്കുന്നത്, നമ്മുടെ മലയൊന്നും ഇല്ലേ. ഇവിടെ ഒരു 10 രൂപ പാസ് ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ടെമ്പിളിലായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വേറെ എന്തൊക്കെ കാണാനുണ്ടാകും എന്നൊന്ന് നോക്കണം. പാർക്കിങ് അറിയില്ല എവിടെയാണ്. സോ അപ്പോൾ നമ്മൾ BR ഹിൽസ് എന്ന് വെച്ച് മാപ്പിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പിളിൻ്റെ അടുത്തായിരിക്കും കൊണ്ടെത്തിക്കണം. അപ്പോൾ ടെമ്പിളിന് മേളിൽ ഇപ്പോൾ പോയിട്ട് വലിയ വ്യൂ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ടെമ്പിളായിട്ട് കയറിയില്ല. ഇപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിൻറ്റ്സ് കണ്ടിട്ടുണ്ട് മാപ്പിൽ, പ്ലേസസ് നിയർ ടു മീ സെർച്ച് ചെയ്തപ്പോൾ 2 വ്യൂ പോയിൻറ്റ് കാണിക്കേണ്ട. ഒന്ന് ബിൽഗിരി സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആണ്. നമ്മൾ ആദ്യം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. വന്ന വഴി തന്നെയാണ് തിരിച്ചിറങ്ങുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് ടേൺ എടുക്കുവാന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, ഇവിടെ നിന്ന് റൈറ്റാണ്. ഇവരൊക്കെ അമ്പലത്തിട്ട് വന്നാണ് തോന്നുന്നു. നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾസ് ബട്ട് അവേഴ്സ് ഇസ് റൈറ്റ്. ഓക്കെ, സോ BR ഹിൽസിലേക്ക് വരുന്നവർ BR ഹിൽസ് എന്ന് വെക്കാതെ ബിൽഗിരി സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇതായിട്ട് അവിടെ എത്തും. ഇവിടെ നമുക്കിത് ഇങ്ങനെ നിന്ന് കാണാം. ഇതാണ് വ്യൂ. നല്ല കാറ്റാണല്ലോ. അപ്പോൾ അത്യാവശ്യം തിരക്കും. ആ വ്യൂ പോയിന്റിൽ ഭയങ്കര ക്രൗഡായെന്ന് നമുക്ക് കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല, അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ജസ്റ്റ് 2 സെൽഫി എടുത്ത് ഇതൊക്കെ ആൾക്കാരായി. ഇവിടെ നിന്ന് കണ്ട് മുകളിലോട്ട് പോകുന്നവർ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒന്നോടെ ഒരു സ്റ്റോപ്പ് വരും. ഒരു ചേർക്കുന്ന വെച്ചാണ് വണ്ടി വെക്കാം. കേൾക്കാം നിറയെ വണ്ടികളോ അമ്പലത്തേക്ക് വന്നവരാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, അമ്പലം ഇതിൻ്റെ നേരെ കയറണം. നമ്മളങ്ങനെ സെക്കൻഡ് വ്യൂ പോയിന്റിലെത്തി. ഇത് അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലാണ്. താഴെ വണ്ടി പാർക്ക് ചെയ്യണം, അവിടെ നിന്ന് ഇവിടെ നടന്ന് കയറണം. കാര്യം റോഡുണ്ടെങ്കിലും വണ്ടി അലോഡല്ല. ഇവിടെ മെയിനൊരു പാർക്കിംഗ് ഉണ്ട്, ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അലോഡ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് വ്യൂ പോയിൻറ്റും പോയിട്ട് തിരിച്ചിറങ്ങുകയാണ്. ഭയങ്കര തിരക്കാണ് അവിടെ. വണ്ടി ഒരു വിധത്തിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്.
വെയിൽ കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകണത് ഒരു ലേക്കിലോട്ടാണ്, ഇതിൻ്റെ അടുത്തുള്ള. അവിടെ സൈഡിൽ പിക്നിക്കിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചായ, കുറച്ച് സ്നാക്സ്. അത് നമ്മൾക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഷെയ്ഡുള്ള സ്ഥലം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മളവിടെ ലേക്കിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ ഫോറസ്റ്റുകാരുണ്ടായിരുന്നു. അവർ അവിടെ അലൗഡല്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ലേക്ക് സൈഡിൽ കൂടെ ബൈക്കിൽ ഇരുന്ന് കണ്ടിട്ട് നേരെ തിരിച്ചു. മാപ്പ് നമ്മുടെ HSRലോട്ട് ബാംഗ്ലൂരിലോട്ട് ഇട്ടു. ഇനി പോകുവാണ് തിരിച്ച്. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കാണാനായിട്ട് വേറെ സ്ഥലങ്ങൾ കുറേയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊന്നും കാണാനായിട്ട് ഇനി നിൽക്കുന്നില്ല. ഇവിടെ നിന്ന് ഏകദേശം 3 മണിക്കൂറിന് മുകളിലുണ്ട് അവിടെ എത്താനായിട്ട്. അപ്പോൾ ഇനി വഴിയിലുള്ള കാഴ്ചകൾ മാത്രം. ഈ വഴിയും അടിപൊളിയാണ് കേട്ടോ. അതായത് നമുക്ക് മസനഗുഡി പോയൊരു ഫീലേ അല്ല ഇത്. മസനഗുഡി അല്ല, സോറി, നമ്മുടെ മുതുമല കൂടി പോയ ആ ഒരു ഫീലേ അല്ല ഇത്. ഇവിടെ എല്ലാം ഡിഫറെൻ്റാണ്. ആക്ച്വൽ ഫോറസ്റ്റ് പോലെ തന്നെയുണ്ട്. ഇവിടെ വൈൽഡ് അനിമൽസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വീടുകളിലൊക്കെ ആണെങ്കിലും മറ്റേ ഡിഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആനിമൽ ക്രോസിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് KSRTC. ഇത് ആ ഒരു ടെമ്പിൾ വരെയാണെന്ന് തോന്നണേ. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് റോഡുണ്ടോയെന്ന് അറിയത്തില്ല. ആ ടെമ്പിൾ കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് തീർന്ന് പിന്നെ അവിടുത്തെ വ്യൂ പോയിന്റിലാണ്. അടുത്തൊരു ബസ് സ്റ്റാൻഡ് പോലെ, പക്ഷെ അതും അവിടെ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാനുള്ള പാർക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മഗേഷ് ആരോ പ്ലാസ്റ്റിക് എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൊറർ മോഡ്. അങ്ങനെ നമ്മൾ BR ഹിൽസ് കണ്ടിറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ഒരു ചെറിയ സ്റ്റോപ്പ് എടുത്ത് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.